നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെതിരെ പടുകൂറ്റൻ ജയം സ്വന്തമാക്കിയിരിക്കുന്നു. ഇനി ടീം ഇന്ത്യക്ക് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതായത് ടീം ഇന്ത്യക്ക് സെമിയിലെത്താനുള്ള സെനാരിയോ വളരെ സിമ്പിളാണ്. സിംബാബ്വെ പരാജയപ്പെടുത്തുക, വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തുക, സെമി ഫൈനൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ കളിക്കുക. ഇതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള വഴി. കാലിടറാതിരിക്കുക, സ്വന്തം മത്സരത്തിൽ കാലിടറാതിരിക്കുക. ബാക്കി നെറ്റ് റൺ റേറ്റിൻ്റെ നൂലാമാലകളിലേക്കൊന്നും കടക്കേണ്ടതില്ല. വിജയിക്കുക, അതുമാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഏതായാലും വെസ്റ്റ് ഇൻഡീസിനെതിരെ 9 വിക്കറ്റിൻ്റെ പടുകൂറ്റൻ വിജയം. 23 പന്തുകൾ അവശേഷിക്കുകയാണ് ഈ ഒരു ഗംഭീര വിജയം സൗത്ത് ആഫ്രിക്ക നേടിയിരിക്കുന്നത്. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റ് 176 റൺസാണ് അടിച്ചിരുന്നത്. മറുപടി ബാറ്റിങ്ങിൽ 16.1 ഓവറുകളിൽ ഒരേ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു സൗത്ത് ആഫ്രിക്ക. വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇന്നിങ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ഇടവേള സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. 83-7 എന്ന നിലയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയെടുത്തത് ജെയ്സൺ ഹോൾഡറും റൊമാരിയോ ഷെഫേർഡും ചേർന്നുള്ള ലോക റെക്കോർഡ് കൂട്ടുകെട്ടാണ്. T20 വേൾഡ് കപ്പിലെ എന്നല്ല, ലോക T20 ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ 8ാം വിക്കറ്റ് കൂട്ടുകെട്ടായിരുന്നു അത്. റൊമാരിയോ ഷെഫേർഡ് 37 പന്തിൽ നിന്ന് 3 ഫോറും 4 സിക്സും അടക്കം 52 റൺസുമായിട്ട് പുറത്താകാതെ നിന്നപ്പോൾ ജെയ്സൺ ഹോൾഡർ 31 പന്തിൽ നിന്ന് 4 ഫോറും 3 സിക്സും അടക്കം 49 റൺസാണ് അടിച്ചിരുന്നത്. മറുപടി ബാറ്റിങ്ങിൽ ഗംഭീരമായിട്ടുള്ള പ്രകടനം സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റർമാർ നടത്തി. 2 ഓപ്പണർമാരും കിടിലൻ ബാറ്റിംഗ് തന്നെ പുറത്തെടുത്തു. QDK മാത്രമാണ് പുറത്തായത്. 24 പന്തിൽ നിന്ന് 4 ഫോറും 4 സിക്സും അടക്കം അദ്ദേഹം 47 റൺസ് അടിച്ചതിന് ശേഷം റോസ് ജെയ്സിന്റെ പന്തിൽ ജെയ്സൺ ഹോൾഡർ പിടിച്ച് പുറത്താവുകയായിരുന്നു. പക്ഷെ ആ വിക്കറ്റ് വീഴുമ്പോഴേക്കും അവർ വിജയത്തിന് ഉള്ള അടിത്തറ കൃത്യമായിട്ട് പാകി കഴിഞ്ഞിരുന്നു. 95 റൺസിലേക്ക് 8ാമത്തെ ഓവറിൽ ടീം എത്തിയതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. എന്നാൽ ഏഡൻ മഴക്കുളം ഒരു ഭാഗത്ത് അതിമനോഹരമായിട്ട് തന്നെ കളിച്ചു, ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. 46 പന്തുകളിൽ നിന്ന് 7 ഫോറും 4 സിക്സും അടക്കം 82 റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകുന്നു. ക്യാപ്റ്റന്റെ കളി കളിച്ചു. റിയാൻ റിക്കിൾട്ടൺ 28 പന്തുകളിൽ നിന്ന് 4 ഫോറും 2 സിക്സും അടക്കം 45 റൺസുമായിട്ടും പുറത്താകാതെ നിന്നപ്പോൾ 9 വിക്കറ്റിന്റെ ഗംഭീര വിജയം 23 പന്തുകൾ ശേഷിക്കെ സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കി. എല്ലാം ഇന്ത്യക്ക് അനുകൂലമായിട്ട് മാറുന്ന സ്ഥിതിവിശേഷമാണ്. ഇനി ടീം ഇന്ത്യക്ക് കാലിടറാതിരിക്കുക, അത് മാത്രമേ വേണ്ടൂ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.